സ്വർഗത്തിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ താമസിക്കണം എഞ്ചിന്റെ മുകളിൽ ചൂട് പിടിക്കേ. പക്ഷേ ഭയാനകമായിട്ടുള്ള കാടായില് വാച്ച് ടവർ വലിയ ഇവിടെ കിണ്ടിയില്ലേ. ഇവരാണ് പ്രത്യേകത, എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട്. മഞ്ഞിങ്ങനെ മറ്റേ കടല് പോലെ ഇങ്ങനെ നോക്കി തഴുകി കിടക്കട്ടെ. അവിടെ മുകളിൽ കയറുമാടോ. നമ്മളിപ്പോ ഒരു വ്യൂ പോയിന്റ് കാണാനാണ് പോണത്. പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ ഒരു കാട്ടുകൂടെ ഞാൻ പോണത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമാണെന്ന് പോലും എനിക്കറിയില്ലേ. വിഷയം സ്ഥലമാട്ടാ, ഫുള്ള് പൊടിയാട്ടാ, പൊടി വഴി. എവിടെയോ കൊണ്ടോണെന്നെ. എൻ്റെ മോനെ ഭയാനകമായിട്ടുള്ള കാടായില്. വ്യൂ കണ്ടോ അവിടുത്തെ? നിങ്ങൾ പൊട്ടം നോക്കിയേ, മഞ്ഞിങ്ങനെ മറ്റേ കടല് പോലെ ഇങ്ങനെ നോക്കിയാൽ തഴുകി കിടക്കട്ടെ അവിടെ. എൻ്റെ മോനെ അവിടുന്ന് നമ്മൾ വന്നു ആ സ്ഥലത്തു നിന്ന്, സ്കൂളിൻ്റെ അവിടെ നിന്ന്. ഇവിടെയൊക്കെ റിസോർട്ട് വരുന്നുണ്ട്, അവിടെയൊക്കെ കെട്ടി തുടങ്ങി. നിങ്ങൾ ആ പൊട്ടം കണ്ടോ? അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും ആ വെള്ള മഞ്ഞിങ്ങനെ കിടക്കണുണ്ടോ? അതിൻ്റെ മുകളിലാട്ടാ ഊട്ടിയുടെ സൈഡ്. ഇത് ഭംഗിയാണല്ലേ. വിറക് കെട്ടി കൊണ്ട് കാട്ടുന്ന് മീൻസ് ഈ ഉണങ്ങിയ കൊമ്പ് ചില്ലകൾ ഇതൊക്കെ അവിടെ ഒടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ടാവും. അത് ഇവരവിടുന്ന് വെട്ടിയെടുത്ത് കൊണ്ടുവരും. അത് ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും വേലി കെട്ടാൻ ഉപയോഗിക്കും, ചിലപ്പോൾ വീട്ടിലെ വിറകിന് ഉപയോഗിക്കും. ആടും പശുവൊക്കെ ഉണ്ടാവും അവർക്ക്, അത് ഓൾറെഡി വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒഴിവ് സമയം ഒരു മേഖല നേരം അവർ ഇത് പശുവും തൊഴുത്തോട്ടായി കാണുന്നത്. ഇത് ഈ കാണുന്നതൊന്നും പശുവും തൊഴുത്താ. മറ്റേത് ആ ഷീറ്റിൻ്റെ ഇട്ട് ചെറിയൊരു കൂട് പോലെ ഉണ്ട്, അത് ആട്ടും കൂടാ. പശുവും തൊഴുത്ത് അതിൻ്റെ വന്നിട്ട് എന്താ മുളകൾ മറ്റേ എന്താ പറയുക പായ നെയ്യില്ലേ, അതേപോലെ നെയ്തിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കനം കുറയില്ല എന്ന് മാത്രം. കനം കുറയാൻ മീൻസ് പായ പോലെ ചുരുട്ടാൻ പറ്റില്ല, അതേപോലെ ഒരു ഇതായിട്ട് വയ്ക്കാൻ പറ്റും, അലക് പോലെയായിട്ട്. ഇതൊക്കെ കൃഷി സ്ഥലമാട്ടാ, തട്ടായിട്ട് അവിടെ കൃഷി ചെയ്യണത്. അതാണ് രസം. ഊട്ടിക്ക് നോക്കി വ്യൂ നോക്കി മഞ്ഞിങ്ങനെ പൊതിഞ്ഞ് പോവുക അവിടെ ആ ഏരിയ. എൻ്റെ മോനെ വിഷയം സാധനമാണല്ലോ ഈ റോഡ്. അപ്പോൾ വെറൊരു നീർച്ചാലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നാട്ടിൽ കടന്ന് കഴിഞ്ഞിരിക്കുക, വണ്ടി അവിടെ കയറല്ലോ. കാണുമ്പോൾ നോക്കിയാൽ വളരെ സിമ്പിളാ, പക്ഷേ വണ്ടി എൻ്റെ പൊല്ലേ. ആദ്യം ഓഫർ റോഡാട്ടാ. വാച്ച് ടവറിൻ്റെ വന്നിട്ട് ലൊക്കേഷൻ പിടിച്ച് വന്നാൽ ഞാൻ വാച്ച് ടവറും ഇല്ല, ഇവിടെ കിണ്ടിയില്ലേ. കാണുമ്പോൾ പുല്ലാന്നുള്ളത്. ഇതിൻ്റെ അടിയിൽ നിറച്ചും പറങ്ങല്ല, കരിങ്കല്ല് വിരിച്ചിരിക്കുക ഇവര്. ചെറിയ ചെക്കിടാൻ അത് തുറന്നിട്ടിരിക്കുക, ബ്ലോക്ക് ചെയ്തിന്. ഇതിനെ വെള്ളം ചാടി വന്നേ. ഇവിടെ ഉണ്ടോ നൈസൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്, കാലിട്ടിരിക്കുക. ഇത് എവിടേക്കാ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഊരിലേക്ക് പോണത്. അവിടെ എന്താ കാണാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 4-5 വീട് ഇപ്പുറത്തെ മലയിൽ നോക്കിയപ്പോൾ അപ്പുറത്തെ മലയിൽ കണ്ടു, അത്ര മാത്രമേ എനിക്കറിയുള്ളൂ. ഓ അങ്ങോട്ടൊരു ഓഫ് റോഡ് കൊണ്ട് തോട്ടത്തിലേക്കുള്ള വഴിയാവും. നമ്മൾ വീണ്ടും വലിയൊരു ഓഫ് റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓഫ് റോഡിലാണ് നമുക്ക് എന്താ പാടി. ഓ വിഷയം ഓഫ് റോഡ്. എവിടേക്ക് പോണെന്നറിയില്ല കേട്ടാ. ജാതി
മൂഞ്ചി കുത്തിയൊരു ഓഫ് റോഡാ. തെന്നാണ്ട് പോയാ കൊള്ളാം, അല്ലെങ്കിൽ മൂഞ്ച്. പൊന്നെ ചെളിയില്ലാത്ത ഭാഗ്യം, അല്ലെങ്കിൽ ചെളിയില്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്ക്. ഈ വഴി കൂടെ ഹിറ്റാച്ച് കൊണ്ടുകൊണ്ടിരുന്ന ഞാൻ. റോഡും വിഷയം, ഇവിടുത്തെ സ്ഥലം വിഷയം പോയി. ഇവര് സ്വർഗത്തിലാണോ ജീവിക്കണത്? എൻ്റെ ദൈവമേ, നോക്കിയോ നിങ്ങള്? അപ്പരിക്കണ ഏറ്റവും വക്കത്ത് ഒരു സ്വർഗത്തിലാണോ ജീവിക്കണത്? ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. സംഭവം 6 4 10 വീട്ടുള്ള കേട്ടോ. പക്ഷെ ആ 10 വീട്ടുകാര് ഏനെ വിളിക്കാറ് അതിൻ്റെ മുകളിലിട്ടാ. കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വിഷയം കാറ്റിട്ടാ. നമ്മള് ഹേ ഇതുകൊണ്ട് കാര്യമില്ലേ, ഒരുമാതിരി ഗുമ്മ. അമ്പോ അട്ടപ്പാടിയുടെ സ്വർഗല്ലേ വിഷയം. ഇത് കേറോ? അല്ല, ഇതല്ല, ഇതിനപ്പുറം ചാടിക്കേറിയവനാണ് ഈ. ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടാ. ഞാൻ പറയുന്നത് കേൾക്കില്ലെന്ന് എനിക്കറിയില്ല. ഞാൻ കാറ്റുതരാം. വ്യൂ ആണെങ്കിലേ ഭയങ്കരമായിട്ടുള്ള വ്യൂ ആണ്. സ്വർഗത്തിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ താമസിക്കുന്ന ആൾക്കാർ അവിടെ ആ കാണുന്ന വിരലുണ്ടാവുന്ന അത് 6 4 10 വീടുള്ളവിടെ. അതേപോലെ ഈ ഭാഗത്ത് ഇവരാണ് അവര് നിൽക്കണമെങ്കിൽ സ്വർഗത്തിലോട്ട് നോക്കി നിങ്ങള്. ചുറ്റും മല, വിഷയം പറഞ്ഞില്ലേ വിഷയം. എന്ത് രസമല്ലേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവര് കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ ആലോചിക്കും. സംഭവം അവർക്ക് ഡെയിലി റെഗുലറായിട്ട് കണ്ടുകൊണ്ട് അവർക്ക് ബോറടി ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നോക്കി ആ 10 15 വെറും 10 12 വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. എന്താല്ലേ വീട് മൊത്തം മറ്റേ കാറ്റാടി മറ്റേ കൃഷി ചെയ്ത പോലെയാ. എത്ര കറങ്ങാറ്? 1 2 3 4 5 6 ഇല്ലല്ലോ, കുറണ്ട് ഒരു 10 15 എന്തായാലും ഉണ്ടാവും ആ ഭാഗത്ത് കാറ്റാടികൾ. അതിൻ്റെ താഴെ ഇങ്ങനെ ദുരദുരാന്ന് വീടുകളും റിസോർട്ടുകളും വേറെ. ഇവിടെ വേറെ നോക്കിയാൽ മഞ്ഞ് ആകാശവും ഭൂമിയും തമ്മിൽ ഇങ്ങനെ നോക്കിയ തൊട്ടിട്ടാ പോണത്. അതേപോലെ ഇവിടെ ഇവരാണ് സ്വർഗത്തില്. ഇവിടുന്ന് പാറക്കല്ലൊക്കെ പൊട്ടിച്ചെടുത്തിട്ടാ. നമ്മള് പോകുന്നത് ഈ റൂട്ടാണ്. ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് അവിടുന്ന് റൈറ്റ് കയറി ഷോളയൂര് കയറിയിട്ട് പിന്നെ അവിടെ ആ കാണുന്നതൊക്കെ കൃഷിയുടെ തട്ടിട്ട് കൃഷി നടത്തുന്ന സ്ഥലങ്ങളതൊക്കെ. അത് അറ്റത്തൊരു ഊര് കണ്ടു ഞാൻ. അത് എങ്ങനെ അവിടേക്ക് പോവാന്ന് എനിക്ക് മനസ്സിലാവണില്ലേ. ചിന്തിക്കണയാളും അപ്പുറത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോവാനും തോന്നുന്നില്ല. തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വന്യായി തണുപ്പ്. സമയം നോക്കി 5:30 നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ. പക്ഷെ ഇത്രയും നല്ല നല്ല സ്ഥലങ്ങൾ അട്ടപ്പാടിയിലുണ്ടെന്ന് പറയുമ്പോഴാണ് എനിക്ക് അത്ഭുതം. സമ്പന്ന നാടാണ്. ഞാനെപ്പോഴാണ് അട്ടപ്പാടിനെ കാണാൻ തുടങ്ങുന്നതും ആസ്വദിക്കുന്നതും. ഇവരാണ് പ്രത്യേകത. എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കാണണ്ട, എൻ്റെ വണ്ടി അവരിക്കുന്നുണ്ട് കേട്ടാ. നമ്മളെത്ര ഹൈറ്റിലാന്ന് നോക്കിയേ.
കാറ്റടിച്ചിട്ട് തണുക്കുക, കയ്യൊക്കെ നോക്കിയാൽ മരവിച്ചു, എഞ്ചിൻ്റെ മുകളിൽ ചൂട് പിടിക്കേ, തണുത്തിട്ട് രക്ഷയില്ല മക്കളെ, അന്യായ തണുപ്പ്. നല്ല നോക്കിയേ, കുത്തനിറക്കട്ടെ, നോക്കി ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ തലതല്ലി വീഴും, അമ്മാരി ഇറക്ക. വണ്ടി കറക്റ്റായിട്ട് തിരിഞ്ഞില്ല, അതിന് പൂവും കഴിയുന്നു. കാറ്റാണെങ്കിൽ അവിടുന്ന് ആദ്യമായിട്ട് അടിക്കണേ. സ്ട്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, വണ്ടി ഈസി ആയിട്ട് ഇറങ്ങും. അയ്യോ വളവ് വരുമ്പോഴാണ് പ്രശ്നം. ഒരു കോണി പോയിട്ടുള്ള മുകളിൽ കയറുമാടോ, ഇതാരോ പണിതിട്ടിട്ടുള്ള കുറെ നാളായിട്ടുണ്ട്. പക്ഷേ പകുതി അവിടേക്ക് ഹൈറ്റ് നമ്മളെ നല്ല 2 വരെ 3 വരെ ഹൈറ്റിന് സ്റ്റെപ്പില്ല, അതിൻ്റെ മുകളിലേക്ക് അവിടെ നിന്ന് സ്റ്റെപ്പുള്ളൂ. എങ്ങനെ കയറണമെന്ന് അറിയില്ല.